ഹായ് നമസ്കാരം, ഞാൻ അഭിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. അപ്പം ഈ വീഡിയോ ആക്ച്വലി എടുത്തിട്ട് ഒരു മാസത്തിലും കൂടുതലായിട്ടോ. നമ്മുടെ വെക്കേഷൻ്റെ ആ ഒരു ടൈമിൽ എടുത്ത വീഡിയോസാണ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി, കുറച്ചധികം ലേറ്റായി. അപ്പം നമ്മൾ പോണത് നമ്മുടെ ഫോറം മാളിലേക്കാണ്, കുണ്ടന്നൂരുള്ള ഫോറം മാളിലേക്കാണ് ഞങ്ങൾ പോയത്. വെക്കേഷനായിട്ട് മോനെ എവിടെയും കൊണ്ടുപോയിട്ടുണ്ടായില്ല. അപ്പം ഞങ്ങൾ ഫോറം മാളിൽ പോയ സമയത്ത് നല്ല വലിയൊരു ബ്ലോക്ക് ആയിരുന്നു. കുണ്ടന്നൂർ എയർടെലിൻ്റെ ഓഫീസിലാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ഓഫീസിൽ ഞങ്ങൾ കാറ് വെച്ചിട്ട് ബ്ലോക്ക് കണ്ടതുകൊണ്ട് ഞങ്ങൾ കാർ ഏട്ടൻ്റെ ഓഫീസിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നിട്ടാണ് മാളിലേക്ക് പോയത്. ഇതാണ് ഫോറം മാള്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു വെക്കേഷനൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ കേശുവിനും ഏട്ടനും കുഞ്ഞിനെ ഞാനും എടുത്തിട്ടുണ്ട്. കാശി നടക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് അവിടെ നമ്മുടെ രഞ്ജിനി, ഹരിദാസ് അവരൊക്കെ നടത്തുന്ന ഒരു പെറ്റ് ഷോ ഉണ്ടായിരുന്നു പുറത്ത് തന്നെ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു. അപ്പോൾ കുറേ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പട്ടിക്കുഞ്ഞുങ്ങളെ. ചിലർ അവരെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു കൊച്ച് അതിൻ്റെ അകത്ത് പട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഇവരെ ക്രൂവിൻ്റെ കൂട്ടത്തിലുള്ള ആരോ കൊച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാ നമുക്കവിടെ ഇങ്ങനെ വെയിലൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പുറത്തു നിന്നിട്ടാണ് കണ്ടത്. അപ്പോൾ കാശിക്ക് പട്ടീനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കാശി ഭയങ്കര ബഹളം. പിന്നെ ഞങ്ങൾ നേരെ മാളുടെ അകത്തേക്ക് കയറി. അപ്പോൾ ഇതാണ് മാളുടെ ഒരു ഉള്ളിലുള്ളൊരു സെറ്റപ്പ്. പക്ഷേ ഈ നമ്മുടെ ലുലു മാളിനേക്കാളും വലുതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ലുലു മാളാണ്. കയറി എങ്ങോട്ടാണെന്നൊന്നും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഇത് മുഴുവൻ ഓപ്പൺ ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പം നമ്മൾ നേരെ പോയത് ഏറ്റവും മുകളിലായിട്ടാണ് നമ്മുടെ എന്താ പറയുക ഫൺ സിറ്റി ഉള്ളത്. ഫൺ സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഏരിയയാണ്. നമ്മൾ നേരെ പോയി അങ്ങോട്ട് ഫൺ സിറ്റിയിലേക്കാണ് പോയത്. അപ്പോൾ ഏട്ടൻ്റെ കൊളീഗ്സിൻ്റെ മക്കളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണമല്ലോ വെക്കേഷനായിട്ട്. ടൂറൊന്നും പോകാനുള്ളൊരു ഗ്യാപ്പോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ നേരെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ കുറേ ഗെയിംസും കാര്യങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ബോൾ എടുക്കുന്ന ഒരു സംഭവം, അതിൽ ഞങ്ങൾ ഏട്ടൻ ക്യാഷ് കൊടുത്തിട്ട് കാർഡ് വാങ്ങിച്ച് വന്നു. അപ്പം ഞാനും മോനും കുഞ്ഞും കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ അതൊക്കെ കുറേ ഗെയിംസുകളാണ് കുഞ്ഞുങ്ങൾ കയറുന്നത്. അപ്പോൾ കുറേ പിള്ളേരുണ്ട്. അപ്പോൾ ഇവിടെ ബോൾ എടുക്കണം എന്ന് പറഞ്ഞ് കാശി. അപ്പം ഞങ്ങൾ ട്രൈ ചെയ്ത് കുറേ നേരം നോക്കി. അപ്പോൾ ഏട്ടൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏട്ടൻ കുറേ ട്രൈ ചെയ്ത്, ഞാൻ കുറേ ട്രൈ ചെയ്ത്. അവസാനം എനിക്ക് ബോൾ കിട്ടി. എങ്ങനെയാണ് കിട്ടിയതെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു ബോൾ കിട്ടി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ കുറേ ട്രൈ ചെയ്തിട്ടാണെങ്കിലും ഒന്നെങ്കിലും കിട്ടിയല്ലോ. അപ്പോൾ കേശുവിന് എല്ലാത്തിലും കയറാൻ ഭയങ്കര ഉഷാറ്. ഒരു പേടിയോ കാര്യമോ ഒന്നും കേശുവിനില്ല. കേശുവിനെയും കൊണ്ട് എവിടെയെങ്കിലും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പെട്ട അവസ്ഥയാണ്. അതുകൊണ്ട് അധികം ഞങ്ങൾ 2 പേരെയും കൊണ്ട് പോകണമല്ലോ. ജസ്റ്റ് ഒന്ന് കൈ മാറിയെടുക്കാൻ ഞങ്ങൾ മാത്രം പോവുകയാണെങ്കിൽ കൈ മാറിയെടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം അധികം അങ്ങനെ എവിടെയും ഞങ്ങൾ ഔട്ടിങ്ങിന് പോകാറില്ല. അപ്പം കേശുവിന് ഒരാളെടുക്കണം, കുഞ്ഞിന് ഒരാളെടുക്കണം. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പം അവനാണെങ്കിൽ ഒന്ന് കയറാനും പേടില്ല. അങ്ങനെ എന്താ പറയുക, ഓടി ചാടി അങ്ങ് അവിടെ മുഴുവൻ കുത്തി മറഞ്ഞ് കിടക്കുകയായിരുന്നു. അവൻ ഒരു രക്ഷയില്ലാത്ത ഓട്ടമായിരുന്നു. അവൻ്റെ ഓട്ടം കാരണം ഞാൻ ഏട്ടനോട് പറഞ്ഞ ഏട്ടാ ഇനി ഞാൻ എങ്ങോട്ടും ഇല്ല, എനിക്ക് വയ്യാന്ന്. ഇതായിരുന്നു ബോൾ കേട്ടോ ഞങ്ങൾ പിക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാശി കുറേ ഗെയിംസ് കളിച്ച്. കുഞ്ഞ് പിന്നെ വീട്ടിൽ നിന്ന് ഭയങ്കര ബഹളും ഭയങ്കര കുത്തിമറിച്ചിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ആൾ ഭയങ്കര സൈലൻ്റാണ്. കേശു നേരെ തിരിച്ച് വീട്ടിൽ അതെന്തെങ്കിലും വെച്ച് കളിച്ച് ഇരുന്ന് അങ്ങനെ വലിയ കുഴപ്പമില്ല. പക്ഷെ പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. കാശിക്കാണെങ്കിൽ കാണുന്ന ഗെയിംസിൽ മുഴുവൻ കയറണം. കുഞ്ഞാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മോളെ നോക്കിക്കോളാം, അച്ഛനും മോനും എന്തെങ്കിലും ആയിരിക്കുന്നതാണ്. അവന് പുറത്ത് ചെന്ന് ഏട്ടൻ തന്നെ എടുക്കണം. കേശുവിനെ ഞാൻ എടുത്താൽ സമ്മതിക്കില്ല. പേട്ട താഴെ നിർത്തിയപ്പോൾ ബോൾ വെച്ച് ഭയങ്കര തട്ടിക്കളിയും ഭയങ്കര കളിയായിരുന്നു. പിന്നെ കാശിനോട് ഞാൻ വീഡിയോ എടുക്കട്ടെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കാശി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ചിരിച്ചതാണ്. കുറച്ച് നേരം ചിരിച്ചു നിന്ന്. പിന്നെ മുങ്ങോട്ട് കുറേ കോപ്പറേറ്റൊക്കെ കാട്ടി. അവിടെ അച്ഛനെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവനെ ഒന്നും പറയാതെ ഒറ്റൊരോട്ടം. ഒരു തവണ ഇവൻ മിസ്സായതാണ്. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ലുലുവിൽ പോയ ടൈമിൽ ഇവൻ എന്ത് ചെയ്ത് ഓടിക്കളഞ്ഞ്. കുഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ കാലിന് വയ്യത്ത് കാരണം ഞാൻ ഓടി പുറകിലെത്തുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, ഇതായിരുന്നു കേശുവിൻ്റെ പ്രധാന പരിപാടി. മാളിനകത്ത് നിലത്ത് കിടന്നുരുള. ഞാൻ എടുക്കാൻ ചെല്ലുമ്പോൾ ഇവൻ ഓടുക. ഞാൻ കയ്യിൽ പിടിച്ച സമയത്ത് അവിടെ കിടന്നുരുണ്ടാളും. പിടിക്കാനേ കിട്ടുന്നുണ്ടായില്ല. മോളാണെങ്കിൽ ഇതാ എവിടെയെങ്കിലും ഇരിക്കും. ഇത് കാശിക്ക് കിട്ടിയ പട്ടിക്കുഞ്ഞാണ്. കാശി
ആ ബോൾ പിക്ക് ചെയ്ത പോലെ പിക്ക് ചെയ്തപ്പോൾ ജസ്റ്റ് അവൻ എടുത്ത് പിക്ക് ചെയ്ത് അവൻ്റെ കയ്യിൽ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ അവൻ കൂടെ എല്ലാത്തിലും ഉരയ്ക്കുന്നത്. അപ്പോൾ അവനത് എടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ ഉരയ്ക്കൽ കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയുമ്പോഴേക്കും ഉരയ്ക്കൽ കഴിഞ്ഞു. അപ്പോൾ ഒരു ട്രൈ ഉണ്ടായിരുന്നുള്ളൂ. ആ ട്രൈയിൽ അവൻ എങ്ങനെയാണ് ഇത് എടുത്തത് എന്നുള്ളത് എനിക്ക് അറിയില്ല. അവൻ ജസ്റ്റ് പിക്ക് ചെയ്ത് ഈ ഒരു എന്താ പറയുക ഒരു പട്ടിക്കുഞ്ഞിൻ്റെ ഒരു ഇതാണ് ബൊമ്മയാണത്, അത് കിട്ടി. കുഞ്ഞിക്ക് അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതും വെച്ച് വണ്ടി ഓടിക്കലും പരിപാടികളൊക്കെ ആയിരുന്നു. കേശു ഓടടാ ഓട്ട. ഞാൻ എന്ത് ചെയ്ത് അച്ഛനും മോനും അങ്ങ് വിട്ട് അച്ഛൻ എന്താ ചായക്കും മോനും കൊണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് കുറേ ഇങ്ങനെ കൂപ്പണും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ നമ്മൾ ഗെയിം കളിച്ച് കഴിയുമ്പം. അപ്പം അത് കാർഡ് കൊണ്ടുപോയി അവിടെ കാണിച്ചപ്പോൾ നമുക്ക് എത്ര പോയിൻ്റ് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 കുഞ്ഞു ഐറ്റംസൊക്കെ നമുക്ക് എടുത്ത്. അപ്പോൾ കാശിനോട് അത് പോയിൻ്റ് അവിടെ കിടന്നോട്ട് അടുത്ത തവണ വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കുന്നുണ്ടായില്ല. അങ്ങനെ അതൊക്കെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛനും മോനും കൂടെ പോയിട്ട് അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. കേശു ഉറങ്ങിപ്പോയി. ഞാനും കാശിയും കുഞ്ഞിയും കൂടെ അങ്ങനെ ഒരു മേശയിൽ ഇരുന്നതാണ്. അപ്പോൾ കുഞ്ഞി ബോളൊക്കെ തട്ടി കളിക്കുന്നുണ്ട്. ചേട്ടനും അനിയത്തിയും കൂടെ പാവനെ വെച്ച് കളിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ നല്ല കളിയായിരുന്നു. അപ്പം അവിടെ കേശു ഉറങ്ങിയിട്ട് ഏട്ടൻ തോളിൽ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സെൻട്രൽ മീൻസ് സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു പോർഷനിലായിരുന്നു ഇരുന്നത്. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് വാങ്ങിച്ചു വന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നു. ഞങ്ങൾ കുറച്ചൊരു കംഫർട്ടായിട്ടുള്ള കുറച്ചൊരു പ്രൈവറ്റ് പോലുള്ള നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള സ്ഥലത്തേക്കായിരുന്നു. അപ്പോൾ കേശുവിന് ആ ഒരു ബെഡിൽ കിടത്തി. മറ്റേത് കസേരയായിരുന്നു. അപ്പോൾ അവനെ ഉറങ്ങിയതിനെ കൊണ്ട് അവനവിടെ കിടത്തി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു 10-11 മണിക്കായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വ്ളോഗ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ബൈ.